ഹരേ ഗുരുവായൂരപ്പ. നമുക്ക് അംബരീഷനും കണ്ണൻ്റെ കരുണയും, അതായത് ഭക്തനെ രക്ഷിക്കാൻ കണ്ണൻ തൻ്റെ സുദർശന ചക്രം പോലും അയച്ചു. ആ കഥയിൽ നിന്ന് നമുക്ക് കേൾക്കാം. അയോധ്യയിൽ അംബരീഷൻ എന്ന മഹാഭക്തനായ രാജാവുണ്ടായിരുന്നു. രാജാവായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ശ്രീകൃഷ്ണനിലായിരുന്നു. അദ്ദേഹം ഏകാദശി വ്രതം വളരെ ഭക്തിയോടെ ആചരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഏകാദശി വ്രതം പൂർത്തിയാക്കി ദ്വാദശി ദിവസം പാരണ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മഹർഷിയായ ദുർവാസാവ് അവിടെ എത്തി. അംബരീഷൻ അദ്ദേഹത്തെ ആദരിച്ചു പറഞ്ഞു, മഹർഷേ, അങ്ങും ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കണമേ. ദുർവാസാവ് സമ്മതിച്ചു. പക്ഷേ സ്നാനം ചെയ്യാനായി അദ്ദേഹം നദിയിലേക്ക് പോയി. ദ്വാദശി പാരണയ്ക്കുള്ള സമയം കഴിയാൻ പോവുകയായിരുന്നു. മഹർഷി തിരിച്ചെത്തിയിട്ടില്ല. വ്രതം മുടങ്ങാതിരിക്കാനും അതിഥിയെ അപമാനിക്കാതിരിക്കാനും അംബരീഷൻ വലിയ ആശയക്കുഴപ്പത്തിലായി. അവസാനം മഹർഷിമാരുടെ ഉപദേശമനുസരിച്ച് അദ്ദേഹം ഒരു തുള്ളി തീർത്ഥം മാത്രം കഴിച്ചു. അപ്പോഴേക്കും ദുർവാസാവ് തിരിച്ചെത്തി. അംബരീഷൻ തീർത്ഥം കഴിച്ചതറിഞ്ഞപ്പോൾ മഹർഷിക്ക് വലിയ കോപം വന്നു. അദ്ദേഹം തൻ്റെ ജടയിൽ നിന്ന് ഒരു ഭയങ്കരനായ അസുരനെ സൃഷ്ടിച്ച് അംബരീഷനെ ആക്രമിക്കാൻ അയച്ചു. അംബരീഷൻ ഒട്ടും ഭയപ്പെട്ടില്ല. അവൻ കണ്ണനെ ഹൃദയത്തിൽ സ്മരിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു. അത് ആ അസുരനെ നശിപ്പിച്ചു. പിന്നെ സുദർശന ചക്രം ദുർവാസാവിൻ്റെ പിന്നാലെ പാഞ്ഞു. ദുർവാസാവ് ഭയന്നോടി സ്വർഗത്തിലേക്ക് പോയി. ബ്രഹ്മാവിനോടും ശിവനോടും അഭയം തേടി. പക്ഷെ അവർ പറഞ്ഞു, ദുർവാസ, ഈ ചക്രത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവസാനം ദുർവാസാവ് മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തി. വിഷ്ണു പറഞ്ഞു, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ്. അംബരീഷനോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. ദുർവാസാവ് ഉടനെ തന്നെ അംബരീഷൻ്റെ അടുത്തേക്ക് മടങ്ങി അവൻ്റെ പാദങ്ങളിൽ വീണു. രാജാവേ, എൻ്റെ തെറ്റ് ക്ഷമിക്കണമേ. അംബരീഷൻ സ്നേഹത്തോടെ കണ്ണനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടെ സുദർശന ചക്രം ശാന്തമായി. ദുർവാസാവ് രക്ഷപ്പെട്ടു. ഇന്നത്തെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സത്യമായ ഭക്തനെ കണ്ണൻ ഒരിക്കലും കൈവിടുകയില്ല. അംബരീഷൻ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹം തൻ്റെ ശത്രുവിനു വേണ്ടി പോലും കണ്ണനോട് പ്രാർത്ഥിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വം. നമ്മളും ജീവിതത്തിൽ ആരെങ്കിലും നമ്മോട് തെറ്റ് ചെയ്താൽ ഉടൻ പ്രതികാരം ചെയ്യാതെ കണ്ണനെ ഓർക്കണം. കണ്ണാ, എൻ്റെ മനസ്സിൽ വൈരം ഉണ്ടാകരുതേ, ക്ഷമിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥന, കണ്ണാ, അംബരീഷനെ പോലെ ഉറച്ച ഭക്തി തരണമേ. കോപത്തിന് പകരം ക്ഷമയും, വൈരത്തിന് പകരം സ്നേഹവും, ഭയത്തിന് പകരം നിന്റെ വിശ്വാസവും എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.